നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാവറട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. തരകൻ ചെറിയാൻ ഭാര്യ ഡോളിയാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ ബെൻഹറെ പാവറട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാലടി സർവകലാശാലയിൽ വിസിക്കെതിരെ ശവമഞ്ചം ചുമന്ന നടപടി പ്രാകൃതമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി. കർഷക ദിനത്തോടെ കേരളക്കര പുതുവത്സരത്തെ വരവേറ്റു. ഗുരുപവനപുരിയിൽ കണ്ണനെ കാണാൻ വൻ തിരക്ക്. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാത്തവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന സ്കൂൾ ചെയർമാന്റെ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥി സംഘടനകൾ. ചെയർമാന്റെ വീട് KSU ഉപരോധിച്ചു. SFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിക്ക് കൊടിയേറി. നടുവിലാലിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, MLA രാജൻ പല്ലൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് എന്നിവർ ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചു. 172ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ഇരുചക്ര വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വടക്കേ നടയിൽ നടന്ന സമാപന സമ്മേളനം യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ദിനാചരണം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന കർഷക ദിനാചരണം മന്ത്രി OJ ജെനീഷ് ഉദ്ഘാടനം ചെയ്തു. താണിക്കുടം ഗ്രാമീണ വായനശാലയുടെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഓണാരവം ജില്ലാതല വീരനാട്യ മത്സരത്തിൽ നെടുപുഴ ടീം കണ്ണഗീസ് 1ാം സ്ഥാനം നേടി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയ്മി ജോർജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തിരുവില്ലമല സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തയുടെ വിപണന ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് M അരവിന്ദാക്ഷൻ നായർ നിർവഹിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ VN സുരേഷ് കുമാർ, V വിജയകുമാർ, K വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭ മുനിസിപ്പൽ ഓഫീസ് വാർഡിലെ ADSന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മന്ത്രി OJ ജെനീഷ് ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് കൈത്താങ്ങായി തിരുവില്ലാമല പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ ജൈവവളം വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എറിയാട് കടപ്പൂര് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. കടപ്പൂർ വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ KM ഷഫീർ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. കർഷക ദിനാചരണം KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. കാട്ടക്കാമ്പൽ പഞ്ചായത്തിലെ കർഷക അവാർഡ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധവുമായി BJP. കാർഷിക മേഖലയുമായി ബന്ധമില്ലാത്ത വ്യക്തികൾക്ക് രാഷ്ട്രീയ പരിഗണനയുടെ ഭാഗമായി അവാർഡ് നൽകിയെന്നാണ് ആരോപണം. പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക ദിനാചരണം നടന്ന വേദിക്ക് മുന്നിൽ BJP ധർണ നടത്തി. കടവല്ലൂർ കല്ലുംപുറത്ത് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. കോട്ടക്കൽ എരടിക്കോട് സ്വദേശി സാബിറിനാണ് പരിക്കേറ്റത്. ചാലക്കുടി നഗരസഭയുടെ കർഷക ദിനാചരണം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പരിധിയിലെ മികച്ച 15 കർഷകരെ MLA ആദരിച്ചു. ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ പഞ്ചായത്തും കൃഷിഭവനും സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി കർഷക ദിനം ആചരിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു.
ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ തൃശൂർ ജില്ലാ കമ്മിറ്റി കർഷക ദിനം ആചരിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി, ജോൺ വാഴപ്പിള്ളി, പ്രീജു ആന്റണി, കെ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മേത്തല കൃഷിഭവനുകളുടെയും കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആഘോഷിച്ചു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കൊടിയഞ്ചിറ ക്ഷേത്ര സംരക്ഷണ സമിതി വർഷങ്ങളായി നടത്തിവരുന്ന ശ്രീഭദ്ര പുരസ്കാരം സോപാന സംഗീത കലാകാരി ആശാ സുരേഷിന് സമ്മാനിക്കും. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. SNDP യോഗം കുന്നംകുളം യൂണിയൻ സംഘടിപ്പിച്ച ശ്രീനാരായണ ധർമ്മ വിചാര യജ്ഞം സമാപിച്ചു. സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണീയം സംഘടിപ്പിച്ചു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മമ്മിയൂരിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് 4 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. തച്ചിലത്ത് ദേവദാസിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. കാർഷിക സമൃദ്ധി വിളിച്ചോതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ ഇല്ലം നിറ ആഘോഷിക്കും. രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടക്കുക. ഇല്ലം നിറയ്ക്ക് ആവശ്യമായ കതിർക്കറ്റകൾ പാരമ്പര്യ അവകാശികൾ ക്ഷേത്രനടയിലെത്തിച്ചു. തെക്കുംകര കല്ലമ്പാറ ചോലയും പരിസരവും സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ തള്ളി വൃത്തിഹീനമാക്കി. ഹരിതകർമ്മ സേനാംഗങ്ങൾ മിനി MCFൽ സൂക്ഷിച്ച പാഴ്വസ്തുക്കളാണ് ചോലയിലെ വെള്ളത്തിലേക്ക് തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. നാട്ടിക പഞ്ചായത്തിന്റെയും നാട്ടിക കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണം ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് V വിനു അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭയിൽ നടന്ന കർഷക ദിനാചരണം MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകര പൈനൂർ ദേശം ബോട്ട് ക്ലബിന്റെ പുതിയ സീസണിലേക്കുള്ള ജേഴ്സി പ്രകാശനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷനായി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.